ഗായ്സ്, നിങ്ങളൊക്കെ ഇത് അറിഞ്ഞാൽ നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ഗണ്ണൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം എൻ്റെ വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗെയിമിലേക്ക് ന്യൂ ഗെയിമിംഗ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. അടുത്ത് ചെല്ലുമ്പോൾ തന്നെ കാണാൻ പറ്റും. നമുക്ക് കളിക്കാനുള്ള ഓപ്ഷനും അതിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കാമെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് സോംബീസും വരുന്നതായിരിക്കും. ഹായ്, ഹലോ ഗായ്സ്, സുഖം തന്നെയല്ലേ? ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗെയിമിൽ ഡാറ്റ് ബൈക്ക് വരുമെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഡാറ്റ് ബൈക്ക് വന്നിട്ടുണ്ട്. ഗായ്സ്, നിങ്ങൾക്കറിയാമോ, ഇനി നമ്മുടെ ഗെയിമിൽ വരാൻ പോണ ഒരു ബൈക്കാണ് നമ്മുടെ പോലീസ് ബൈക്ക്. നമ്മുടെ ഗെയിമിലേക്ക് പോലീസ് ബൈക്ക് RGS മെനു വഴിയാണ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ ഗൈസ്, നമ്മുടെ ഗെയിമിലേക്ക് ഒരു ന്യൂ ആയിട്ടൊരു ബിഗ് ക്രെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ റൂമറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോണ ന്യൂ ബിഗ് ക്രെയിനും കാര്യങ്ങളൊക്കെ. ഈ ക്രെയിൻ വെച്ച് നമുക്ക് ബിഗ് ട്രക്ക്, ബിഗ് കാറ്, അങ്ങനെ കുറേ നമുക്ക് പൊക്കാൻ പറ്റും. പിന്നെ ഇത് ഡ്രൈവ് ചെയ്യാൻ പറ്റും. തോന ടയറുകളൊക്കെ ഉണ്ട്. ഇവിടെ ആണി, അങ്ങനെ കുറേ ഫീച്ചറുണ്ട് ഈ ക്രെയിനിൽ. ഒരുപാട് വൈകാതെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഈ ബിഗ് ക്രെയിനും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ടാറ്റ സൈറ കാറിൽ ന്യൂ ഫീച്ചറും കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നുണ്ട്. പിന്നെ കുറേ യൂട്യൂബേഴ്സ് പറഞ്ഞതാണ് നമ്മുടെ ഗെയിമിലേക്ക് സബ്വേ സിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്ന്. അത് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഇരിക്കുന്ന ഫോണിൽ തന്നെ. അത് എത്ര % ആഡ് ആവുമെന്ന് വെച്ചാൽ ഒരു 10% ചാൻസേ ഉള്ളൂ അത് ആഡ് ആവാൻ. റൂമർ കേട്ട പോലെ തന്നെ ഇതാണ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോണെന്നൊക്കെ പറഞ്ഞ സബ്വേ സപ്പ് ഗെയിമും കാര്യങ്ങളൊക്കെ. സബ്വേ സപ്പ് അല്ലാതെ അതിൽ വേറെ കുറേ ആപ്സൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗെയിമിലേക്ക് ഇത് വരാൻ 10% ചാൻസേ ഉള്ളൂ. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ക്രേറ്റാക്കാരും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ എടുക്കുക, അതിനെ കുറച്ചൊക്കെ ചീറ്റ് കോഡും കാര്യങ്ങളൊക്കെ ഞാൻ പറയുന്നതായിരിക്കും. നിങ്ങൾ മാക്സിമം എൻ്റെ വരെ കണ്ടാൽ മതി. പിന്നെ എൻ്റെ വീഡിയോ 80% ചെയ്ത ആളുകളും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ പോയി വീഡിയോ ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന മച്ചന്മാരാണെങ്കിൽ അത് ഞാൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ള മിത്തും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ കമൻറ്റ് ചെയ്തോ. ഞാൻ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഗെയിമിലേക്ക് ആൾട്ടോ കാർ കാര്യങ്ങളൊക്കെ ആഡ് ആവുന്നു. റൂമറും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് സ്ക്രീനിലൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് വരാൻ പോണ കാറും കാര്യങ്ങളൊക്കെ. പിന്നെ ഗൈസ് നമ്മുടെ ഗെയിമിലേക്ക് ഒരു വെറൈറ്റി ഫീച്ചർ വരാൻ പോകുന്നുണ്ട്. ആ ഫീച്ചർ എന്തരാണെന്ന് ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഗൈസ് ആ ഫീച്ചർ. നമ്മുടെ ക്യാരക്ടറിന് ടൊർണാഡോ ഉണ്ടാക്കി നമുക്ക് NPCസിനെയും കാറിനെയൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഗെയിമിലേക്ക് കസ്റ്റം ഫീച്ചറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്കിതിൽ ഇഷ്ടമുള്ള ഏത് ക്യാരക്ടറിനെ വേണമെങ്കിലും നമുക്ക് ഈ കസ്റ്റം ഫീച്ചറിൽ നമുക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഏത് കാറ് വേണോ അതിൻ്റെ ഒരു കോപ്പി ഫോട്ടോയും കാര്യങ്ങളൊക്കെ മതി. നമ്മുടെ ഗെയിമിലേക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറും കാര്യങ്ങളും സ്പോൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എന്തായാലും ഈ ഫീച്ചർ ഒരു കിടിലം തന്നെ. ഇത് എന്ന് ആഡ് ആവുമെന്ന് വെച്ചാൽ ഒരു മെയ് ലാസ്റ്റ് അപ്പോഴൊക്കെ നമ്മളെ ഗെയിമിലേക്ക് ഈ RGS ടൂൾ വഴി ഈ ഫീച്ചർ വരുന്നതായിരിക്കും. എന്തായാലും ജൂണിൻ്റെ അകത്ത് വരുന്നതായിരിക്കും ഈ ഫീച്ചർ. പിന്നെ എൻ്റെ ഈ വീഡിയോ ആണ് കൂട്ടുകാർക്ക് ഡേർട്ട് ബൈക്കിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പോയി നോക്കിയാൽ മതി. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് കൊടുത്തേക്കുന്നതായിരിക്കും. ഞാൻ തന്നേക്കണ ലിങ്ക് ആദ്യം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു ഗൂഗിൾ ഡ്രൈവിലേക്ക് പോകുന്നതായിരിക്കും. അവിടെ ഒരു ഡൗൺലോഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫയലിലേക്ക് അത് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഗെയിം എടുത്തിട്ട് RGS മെനുവിൽ കയറി ലോഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയൽ അതിൽ കിടക്കുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മുടെ അടുത്ത് ആ ഡാറ്റ് ബൈക്ക് വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് ചെയ്താലേ നിങ്ങൾക്ക് ഡാറ്റ് ബൈക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഇത് ചെയ്യുമ്പോൾ നെറ്റ് ഒന്നും ഓണാക്കണ്ട. നമുക്ക് കോപ്പി ലിങ്ക് പേസ്റ്റ് ചെയ്യണക്കാട്ടി എളുപ്പമാണ് ഈ ലിങ്ക് ഡൗൺലോഡ് ചെയ്ത് നമുക്കിങ്ങനെ RGS മെനു വഴി ചെയ്യണത്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ.